അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. എല്ലായിടത്തും മഴയുണ്ട്. ഓരോ അപകടങ്ങൾ കേൾക്കുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ. വണ്ടിയിൽ പോകുമ്പോഴും എല്ലാം കൊണ്ടും റബ്ബിൻ്റെ കാവലുണ്ടാവട്ടെ എല്ലാവർക്കും. ഞാനിവിടെ എണ്ണ കാച്ചാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എന്നാൽ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ കാച്ചണ എങ്ങനെയാണ്? സാധാരണ ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ കാച്ചാറ്. ഇപ്പം എൻ്റെ മുതശ്ശി പറഞ്ഞത് എണ്ണ കാച്ചുമ്പോൾ ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇട്ട് വാടിക്കോളും എണ്ണയിലിട്ട് കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പം ശരി, ഏതായാലും എന്നാൽ അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ, ചതച്ചൊന്നുമില്ല. അപ്പം എന്തൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തി പൂവ്, കറിവേപ്പില, തുളസിയില, പിന്നെ എന്തെല്ലാം എടുത്തത്, മൈലാഞ്ചിയില, പിന്നെ വന്നിട്ട് ചെറിയ ഉള്ളി, ഉലുവ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പാട് നമ്മൾ പിന്നെ അത് ചതയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എണ്ണയിലെടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്തോ താത്തയിലെന്തോ കടുകോ പിന്നെന്തോ നീരിറക്കം വരാതിരിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു 2 പൊട്ട്, അല്ല കടുകല്ല കേട്ടോ, സോറി, കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു. പിന്നെ പരമാവധി ചതച്ചിട്ട് കാച്ചി തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം എണ്ണ കുറേ പകുതിയായി പോയി കേട്ടോ, ഇലയിൽ കുറേ പോയില്ലേ. എനിക്ക് തോന്നി നമ്മൾ ചതച്ചിട്ട് ഇടുന്ന സമയത്ത് അത്ര വേസ്റ്റ് ആവില്ല. ഇതിപ്പോൾ പകുതിക്ക് പകുതിയായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കാച്ചി എടുത്തു. അങ്ങനെ എല്ലാം അതിലേക്ക് എടുത്തിടുകയാണ് കേട്ടോ. എന്തായാലും താത്താൻ്റെ മോഡലിൽ കാച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിയെന്ന് വെച്ചതാണ്. അപ്പം നിങ്ങൾ കാച്ചുകയാണെങ്കിൽ പിന്നെ ചതച്ചിട്ട് കാച്ചിയാൽ മതി കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെന്താ വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പം അപ്പുറത്തുനിന്നൊക്കെ കൈകൾ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിൻ്റെ മോളും ഞാനും എല്ലാവരും കൂടിയാണ് കാച്ചിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണനെ ഉള്ളിയൊക്കെ കല്ലിൽ തന്നെ ചതച്ചിട്ടിട്ടതാണ്. പിന്നെ അത് കാച്ചി അങ്ങനെ വെച്ച് പിന്നെ അത് ആറിയിട്ടാണ് കേട്ടോ ഞങ്ങളൊരു കുപ്പിയിലേക്ക് ആക്കിയത്.